നമസ്കാരം. ശിവപുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ അകറ്റി വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ് ശ്രീ മുരുകൻ. നമ്മുടെ ജാതക ദോഷത്തെ തന്നെ അല്ലെങ്കിൽ ജാതകത്തെ തന്നെ മാറ്റി എഴുതാൻ ശക്തിയുള്ള ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ ഈ മാസം 26-നാണ് തൈപ്പൂയം. തൈപ്പൂയത്തിൻ്റെ അല്ലെങ്കിൽ തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതും വ്രതമനുഷ്ഠിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അല്ലെങ്കിൽ വേലായുധൻ്റെ അല്ലെങ്കിൽ ശ്രീ മുരുക ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നാണ് തൈപ്പൂയം. 2024 ജനുവരി 26-നാണ് തൈപ്പൂയം. മഹാദുഷ്ടനായ താരകാസുരൻ എന്ന അസുരനെ ദേവസേനാധിപതിയായ ശ്രീ മുരുക ഭഗവാൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാൻ നിഗ്രഹിച്ചതിൻ്റെ ആഘോഷമാണ് തൈപ്പൂയം. അതുപോലെ ഭഗവാന്റെ പിറന്നാളായിട്ടും ഈ തൈപ്പൂയം ആഘോഷിക്കപ്പെടുന്നു. എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും വിപുലമായ പൂജകളും വഴിപാടുകളും നടക്കുന്ന ഈ വേളയിൽ കാവടിയാട്ടവും വ്രത അനുഷ്ഠാനവും വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകവും എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും നടത്താറുണ്ട്. ഈ ദിവസത്തിൽ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ കാര്യവിജയവും ദുരിതമോചനവും മക്കളുടെ ആരോഗ്യ സൗഖ്യവുമാണ് ഫലമായി പറയുന്നത്. തമിഴ് മാസത്തിലെ പഞ്ചാംഗമനുസരിച്ച് തൈമാസത്തിലെ പൂയ നക്ഷത്രത്തെയാണ് തൈപ്പൂയം എന്ന് പറയുന്നത്. അതായത് മകരമാസത്തിലെ പൂയ നക്ഷത്രം. നമുക്ക് എന്തെല്ലാം കാര്യതടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഈ തൈപ്പൂയ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും അകലും എന്നതാണ്. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, തൈ പിറന്നാൽ വഴി പിറക്കും എന്നത്. ഇത് സത്യം തന്നെയാണ്. സുബ്രഹ്മണ്യ ഭഗവാനുമായി ബന്ധപ്പെട്ട വ്രതങ്ങൾ എടുക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. തൈപ്പൂയ വ്രതം, ഷഷ്ഠി വ്രതം, ഇങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട ഏത് വ്രതം അനുഷ്ഠിച്ചാലും ഫലം ഉറപ്പാണ്. ഭഗവാന് കാവടി നേർച്ചയാണ് ഏറ്റവും ഇഷ്ടമായ വഴിപാടായി പറയുന്നത്. ഭസ്മക്കാവടി, പീലിക്കാവടി, പുഷ്പക്കാവടി, പാൽക്കാവടി, ഇങ്ങനെ ഏത് കാവടിയും വളരെ ഉത്തമമായി പറയപ്പെടുന്നു. നമ്മുടെ മനസ്സിൽ നടക്കില്ല എന്ന് സംശയത്തോടു കൂടി അർച്ചന ചെയ്താലും ഭഗവാൻ അത് സാധിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിശ്വാസത്തോടെ ഭഗവാനെ അത്രയും ഭക്തിയോടെ വിശ്വാസത്തോടു കൂടി നമ്മൾ അർച്ചന ചെയ്താൽ എത്രമാത്രം ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്തു തരും എന്നതിൽ ഊഹിക്കാൻ പോലും നമുക്ക് കഴിയുകയില്ല. അത്രയ്ക്ക് വിശിഷ്ടമായ ഫലങ്ങൾ നമുക്ക് ഭഗവാൻ തരുന്നതാണ്. അപ്പോൾ വ്രതം എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. പൂർണ്ണമായ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. തൈപ്പൂയത്തിൻ്റെ തലേ ദിവസം ഒരിക്കൽ ഊണ് കഴിച്ച് വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. പൂർണ്ണ ഉപവാസം എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. വ്രതം എടുക്കാൻ കഴിയാത്തവർ ഈ ദിവസം ഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാലും മതിയാവും എന്നതാണ്. അപ്പോൾ വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഭഗവാൻ ഇഷ്ടമായ ഭസ്മാർച്ചന, ഭസ്മ അഭിഷേകം, പാനകം എന്നൊരു വഴിപാടുണ്ട്. താമരപ്പൂ കൊണ്ട് വാക്യസൂക്ത അർച്ചന, പാലഭിഷേകം, നാരങ്ങമാല, ഇവയൊക്കെ ഓരോന്നിനും ഓരോ ഫലങ്ങളാണ് പറയുന്നത്. ഭഗവാന് മഞ്ഞൾപ്പട്ട് ഉടയാട കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമായി പറയപ്പെടുന്നു. അതുപോലെ പാൽപ്പായസം,
പഞ്ചാമൃതം പോലുള്ള വഴിപാടുകൾ നടത്തിയാൽ വളരെ ഉത്തമമായി പറയപ്പെടുന്നുണ്ട്. ഇതിൽ ഏത് വഴിപാട് നടത്തിയാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധ്യമാകും എന്നതാണ്. ഈ ദിവസത്തിൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീടുകളിലോ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്ന, ഭഗവാനെ ദിവസവും പ്രാർത്ഥിക്കാനുള്ള മന്ത്രങ്ങളെ മനസ്സിലാക്കാം. 6 മന്ത്രങ്ങളാണ്. അപ്പോൾ മന്ത്രങ്ങൾ പറയാം. ഓം ഷൺമുഖായ നമഃ. ഓം സുബ്രഹ്മണ്യദേ നമഃ. ഓം മഹത്സ്വരൂപായ നമഃ. ഓം ശക്തിപുത്രായ നമഃ. ഓം കാർത്തികേയാനന്ദമൂർത്തയേ നമഃ. ഓം ഭജത്ഭുവേ നമഃ. ഈ 6 മന്ത്രങ്ങളും മുരുക ഭഗവാനെ, അറുമുഖനെ മനസ്സിൽ ധ്യാനിച്ച് കഴിയുന്നത്ര ജപിച്ചാൽ ഏത് കാര്യവും തടസ്സം കൂടാതെ നടക്കും എന്നതാണ്. ഇത് ക്ഷേത്രത്തിലിരുന്നോ വീട്ടിലിരുന്നോ ജപിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ തൈപ്പൂയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കാണ് അടുത്ത വീഡിയോ ഇടാനുള്ള എൻ്റെ പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.